നമ്മുടെ ചെപ്പ് വീണ്ടും തുറക്കുകയാണ്. മലയാളികൾക്ക് തീരെ പരിചയമില്ലാത്ത ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കാഴ്ചകൾ കാണാനായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിനുള്ള ഇൻവിറ്റേഷൻ. ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ബോക്സ്, അതിൽ 2 സിൽവർ ആനക്കുട്ടികൾ, അതിനുശേഷം നമുക്കൊരു കാർഡ് കിട്ടും. അതിൽ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്താണ് വരുന്നത് കേട്ടോ. അതിൽ 3 കാർഡുകൾ, അതായത് 3 ഡേ ഫംഗ്ഷൻ, 6 ഫംഗ്ഷനുകളുണ്ട്. നമുക്ക് അവിടെ 4 ഡേ സ്റ്റേ ആണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കൂടെ ഒരു സ്വീറ്റ് ബോക്സും. അപ്പം മോർണിംഗ് 11 o'clock ആണ് ഫംഗ്ഷൻ. 10 o'clock ആകുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ താജ് ഫുൾ ഈ ഒരു കല്യാണത്തിന് വേണ്ടി മാത്രം അവർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ കാർഡൊക്കെ കിട്ടി. ഇതെന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി എല്ലാവരും കഴിഞ്ഞിട്ടൊക്കെ പോയി. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ നമുക്ക് കിട്ടിയ റൂമെന്ന് പറഞ്ഞാൽ 4th ഫ്ലോറാണ്. അപ്പോൾ താജിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടിട്ടുള്ള ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം. ആർക്കും താജിൽ പോയി താമസിക്കാം. എങ്കിൽ പോലും അതിൻ്റെ കിച്ചൺ ഏരിയ, അതിൻ്റെ ഫ്രീസറുകൾ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ മുറി ചെല്ലുമ്പോൾ അവിടെയും നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലഗേജ് കിട്ടിയിട്ടില്ല, എങ്കിലും അതൊക്കെ ഒന്ന് ഓടി കാണാം എന്ന് വെച്ചു. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്നൊന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് തന്നു. അതിനകത്തും ഉണ്ട് സ്വീറ്റ്സ്, അവരുടെ ഡ്രൈ ഫ്രൂട്ട് സ്വീറ്റ്സ്. അപ്പോഴത്തേക്ക് നമ്മുടെ 2 ലഗേജുകളെല്ലാം എത്തി. അപ്പോൾ ഇനി പെട്ടെന്ന് റെഡി ആവണം. അടുത്ത് തന്നെയാണ് ആ ഫംഗ്ഷൻ, മെഹന്തി ഫംഗ്ഷൻ ആയിരുന്നു. എങ്കിലും അവർ വാഹനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ജെൻസിനെ സ്വീകരിക്കുന്ന ഇങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ടാണ്. ലേഡീസിനൊരു ബാഗ് കൊടുക്കും. ആദ്യം ഞാൻ കരുതി ഇത് എന്തിനാണ് ഈ ബാഗ് തരുന്നത്, പിന്നീടാണ് എൻ്റെ കാര്യം മനസ്സിലായത് കേട്ടോ. അപ്പം ലൈവ് മ്യൂസിക്കായിട്ട് അവിടെ ഡാൻസ്, പാട്ട് എല്ലാം ഉണ്ട്. ടാലൻറ്റിൻ്റെ കാര്യത്തിൽ ജയ്പൂർകാരെ അറിയാമല്ലോ, എന്ത് രസമായി മെഹന്തി ഡിസൈൻ എന്നൊന്ന് നോക്കിയേ. ഇത് ചെറുക്കൻ്റെ സിസ്റ്ററാണ്. അങ്ങനെ ഒരു 3 മണിയായി. നമ്മുടെ മെഹന്തി ഡീലൊക്കെ കഴിഞ്ഞു. തിരിച്ചു വരുന്ന സമയത്താണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. നമ്മൾ ആ താജിൻ്റെ ആ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് ഒരു റിയൽ ഫ്ലവറിൻ്റെ ഡെക്കറേഷൻ, എന്ത് രസമാണെന്നോ അത് കാണാൻ, ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ നമുക്കൊരു ബാഗ് കിട്ടിയ കഥ പറഞ്ഞില്ലേ. ഈ ബാഗ് അവർ തരുന്നത് നമ്മൾ മെഹന്തി ഇടുന്ന സമയത്ത് നമ്മുടെ വളയും ഫോണും ഒക്കെ വെക്കാൻ. അപ്പോൾ അതിൽ ഒരു പൊട്ടും കോണും കാണും കേട്ടോ. അന്ന് ഈവനിങ് 7 o'clockൻ്റെ ഫംഗ്ഷനാണ് ഇതൊരു ബോളിവുഡ് നൈറ്റാണ്. ബോളിവുഡിൽ നിന്നുള്ള ടീം തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ത് രസമായിരുന്നു ഫംഗ്ഷനൊക്കെ കാണാൻ. ഇതൊരു 12 മണി വരെ ഉണ്ടായിരുന്നു ഫംഗ്ഷൻ. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ്റെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഇതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ 10 o'clock അടുത്ത ഫംഗ്ഷൻ. എൻ്റെ കയ്യിലെ മെഹന്തിയൊക്കെ നന്നായിട്ട് കളറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പേരൊക്കെയാണെങ്കിൽ മറന്നുപോയി കേട്ടോ ഫംഗ്ഷൻ്റെ. ഇത് ചെറുക്കൻ്റെ അമ്മയുടെ വീട്ടുകാരെ വെൽക്കം ചെയ്യുന്ന ഒരു ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ കേരള ഡ്രസ്സ് ആവട്ടെ ഒരു ഹൈലൈറ്റ് എനിക്കെന്ന്. അങ്ങനെയാണ് നമ്മൾ കേരള ഡ്രസ്സ് ചെയ്യുന്നത്. ഇതെല്ലാം അമ്മ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ബനാറസി ദുപ്പട്ട ഇട്ട എല്ലാവരെയും സ്വീകരിക്കുന്നത്. അതുപോലെ പാക്കറ്റിനകത്ത് ക്യാഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അമ്മ നേരിട്ട് ഡാൻസ് ചെയ്ത എല്ലാവരെയും വെൽക്കം ചെയ്ത്. നിങ്ങൾക്ക് ഭയങ്കര രസം തോന്നി കാണാൻ. വെറൈറ്റി കാഴ്ചകൾ എന്ന് പറയാം. और भाभी की जोड़ी है परिवार में सुपर है. നമ്മുടെ സെറ്റും മുണ്ടിന് ഭയങ്കര കോംപ്ലിമെൻറ്റ് കിട്ടി. നിങ്ങൾ എവിടെ നിന്നൊക്കെ ആൾക്കാരെന്നോട് വന്ന് ചോദിച്ചു. കാര്യം ഇത് ഇവരുടെ റിലേറ്റീവ്സിൻ്റെ മാത്രമേ ഫംഗ്ഷനുള്ളൂ. ഔട്ട്സൈഡറായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർക്കാകെ അറിയാവുന്ന ചെന്നൈ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഇങ്ങനെ ഗണപതിയെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് പൂജയ്ക്കായിട്ട് 2 പെൺവീട്ടുകാർക്കും ചെറുക്കൻ വീട്ടുകാർക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് അങ്ങ് പൂജയാണ് കേട്ടോ. അപ്പോൾ അവർ 2 റൂമിനെ ഇങ്ങനെ പൂജാമുറിയായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുക. അത് അവർക്ക് പോസിബിൾ ആണ്. കാര്യം ഇത് താജിൻ്റെ ഓണറുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് സലൂൺ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാ റിലേറ്റീവ്സിനെ ഒരുക്കി കൊടുക്കണം. ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നമ്മളെയും വിളിക്കും, നിങ്ങൾ ഒരുങ്ങാൻ വന്നില്ലല്ലോ എന്നും പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ഹെവി മേക്കപ്പ് ഇടാൻ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ സ്വയമായിട്ടാണ് ഒരുങ്ങിപ്പോയത്. അപ്പോൾ അന്ന് വൈകിട്ടത്തെ ഫംഗ്ഷനോട് ഫംഗ്ഷനാണ് കേട്ടോ. അന്ന് വൈകിട്ടത്തെ ഫംഗ്ഷൻ, അതായത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നു. ഇത് കണ്ടോ, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ചെറുക്കൻ എന്തൊക്കെയോ പൂജ കഴിഞ്ഞു, അതുപോലെ കണ്ടപ്പോഴാണ് കാണിച്ചു തന്നത്. ഇത് ചെറുക്കൻ്റെ ആൾക്കാർ പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇത്രയും ജ്വല്ലറീസ് കേട്ടോ. എന്നിട്ട് ചെറുക്കൻ്റെ അമ്മയും നാത്തുമാരും ഒക്കെ കൂടെ വന്നാൽ ഈ പെണ്ണിനെ ഇതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഓ, ഞാൻ ഞെട്ടിപ്പോയി ഈ ഫംഗ്ഷൻ കണ്ടപ്പോൾ. അടുത്തത് വിജയ് സൗമ്യ, കല്യാണ ചെറുക്കൻ്റെ പെണ്ണിൻ്റെയും പേരാണ്. അവരുടെ എൻട്രിയാണ്. അപ്പോൾ ഒരു മൂവി കാണുന്ന ഫീലായിരുന്നു കേട്ടോ. പക്ഷേ മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല.
जी और सौम्या जी बैठने वाले हैं, सो प्लीज आई एम रिक्वेस्टिंग टू एवरीवन थोड़ा थोड़ा साइड हो जाए। उसके बाद हमारी आज की जोड़ी जो सब आप सबके सामने वहाँ एक साथ बैठने वाली है और आज की शाम को एंजॉय करने वाली है। പിന്നെ അങ്ങോട്ട് ഡാൻസിൻ്റെ പെരുമഴയായിരുന്നു കേട്ടോ. ഫാമിലിയിലെ എല്ലാവരും, ഈവൻ അവരുടെ വീട്ടിലെ പെറ്റ് പട്ടി കുഞ്ഞിൻ്റെ വരെ ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് എവിടേക്കോ മിസ്സായി. ഇതുവരെ ബോളിവുഡിൽ നിന്നുള്ള ഡാൻസ് ടീമൊക്കെ വന്ന് ഇവരെ ട്രെയിൻ ചെയ്തൊക്കെ എടുത്തത് കേട്ടോ. അപ്പം നമ്മൾ കല്യാണം അന്വേഷിച്ച് പോയപ്പോൾ കണ്ടതാണ്. ഇത് ഞാൻ ഫോട്ടോസ് കാണിക്കുന്നത് എൻ്റെ മണ്ടയ്ക്ക് പഴുത്തമാങ്ങ തൂങ്ങി കിടപ്പുണ്ട്. ഹൽദി ഡേയിലെ ഫംഗ്ഷനായിരുന്നു. വീഡിയോസൊക്കെ എനിക്ക് എവിടെയോ മിസ്സായി. കാര്യം ഇത് 23 ഏപ്രിലിൽ നടന്ന കല്യാണമാണ്. ഞാൻ ഇത് ഇപ്പോഴാണ് എടുത്തിടുന്നതെന്ന് എൻ്റെ ഒരു ഇതാണ്. എനിക്കൊരു മൂഡ് വരുമ്പോൾ മാത്രമേ ഒന്നാമത് എൻ്റെ കണ്ടൻറ്റ് ആർക്കും അത്ര ഇഷ്ടമുള്ള കണ്ടൻ്റ് അല്ല. അപ്പോൾ എനിക്കൊരു സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴേ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടാറുള്ളത്. അതാണ്. പിന്നെ അന്ന് ഹൽദിയുടെ അന്ന് വൈകിട്ട് കല്യാണ ഡേ ആണ്. 5 മണിയായപ്പോഴത്തേക്ക് അവർ, നമ്മൾ പറഞ്ഞില്ല, ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് വിളിച്ച് പറയും ഇന്ന ആൾക്കാർ വരണേ ഇങ്ങനെ കുറേ ആൾക്കാരെ ഇവരിങ്ങനെ തലപ്പാവ് കെട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എല്ലാവരും ചെയ്തു. പിന്നെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ തന്നെ ഡ്രസ്സ് ഏട്ടനെ അവരുടെ ടൈലർ വന്ന് ഇതൊക്കെ എടുത്തൊക്കെ അവരൊക്കെ തന്നെ ചെയ്തതാണ്. കാര്യം അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് തന്നെയാണ് ഏട്ടനെ എനിക്ക് അവരും കാണുന്നത്. ഇത് ആ ചിരിക്കൻ്റെ അമ്മ വന്ന് ഇതെല്ലാം വീണ്ടും പൂജയുണ്ട് കേട്ടോ. പൂജയെല്ലാം കഴിഞ്ഞ് വന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് കുതിരയ്ക്കും എന്തൊക്കെയോ ആരതി പൂജയൊക്കെ ഉണ്ട്. ഒക്കെ ചടങ്ങ് കേട്ടോ. എന്ത് ട്രഡീഷൻ നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യം. നമുക്ക് വല്ല അന്യദേശക്കാരുടെയൊക്കെ ഫംഗ്ഷൻസ് അഡോപ്റ്റ് ചെയ്തല്ലേ നമുക്ക് ശീലം. ഈ ഹൽദി മെഹന്തിയൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നവർക്ക് നമുക്കൊന്നും ഇല്ലാത്ത ഫംഗ്ഷനൊക്കെ അല്ലേ. പക്ഷേ ഈ ഹൽദി ഫംഗ്ഷന് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്ത്, അത് നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല കേട്ടോ. അവരത് രാധാകൃഷ്ണ സങ്കല്പം, അതുപോലെ മധുരയിൽ നിന്ന് വൃന്ദാവനിൽ നിന്നുള്ള ടീമിൻ്റെ ഭജനയൊക്കെ ആയിരുന്നു. അവരത് കുറച്ചൊരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു വേറൊരു മോഡിലാണ് അവരത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ കല്യാണ ഭാരതെന്നൊക്കെ പറയുമ്പം ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ എന്താ പറയുന്നത്, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ചടങ്ങുകളാണ് ഇതൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ കാണാൻ കഴിയുക നമ്മൾ ഈ പുരാണ സീരിയലിലൊക്കെ കാണുന്ന രാജാക്കന്മാരുടെയൊക്കെ കല്യാണം പോലെ എന്ന് തന്നെ പറയാം. അപ്പം പൈസ ഇങ്ങനെ ഒഴിഞ്ഞാണ് ഇവർ കണ്ണ് കിട്ടാതിരിക്കുന്നത്. അതൊരാ കുതിരക്കാർക്കോ ചെണ്ടമേളംകാർക്കോ അങ്ങനെയൊക്കെയാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഡാൻസ് ഇവർക്ക് ക്ഷീണം വരത്തില്ല എന്നുള്ളതാണ് വേറൊരു. അത് ഏപ്രിൽ നല്ല ചൂടുള്ള സമയം. ഇത് ട്രാൻസ്ജെൻഡേഴ്സ് ഈ സമയത്ത് പ്രത്യക്ഷപ്പെടും കേട്ടോ. എന്നുവെച്ചാൽ ഇവരുടെ ബ്ലെസ്സിങ്സ് ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ബാർഗെയിൻ ഉണ്ട് കേട്ടോ. ഒരു ലക്ഷങ്ങളാണ് ഇവർക്ക് പൈസ വയ്ക്കുന്നത്, കൊടുക്കുകയും ചെയ്യും കേട്ടോ. അത് ആരാണേലും ഇപ്പം വലിയ ആൾക്കാരാണെങ്കിൽ ലക്ഷങ്ങൾ ചോദിക്കും, ആൾക്കാരുടെ ഒരു ഇതനുസരിച്ച് അവർ പൈസ ചോദിക്കുന്നത് കേട്ടോ. കൊടുക്കും എല്ലാവരും. അങ്ങനെ ഈ ബാരാത്ത് എത്താൻ ഒരു വിത്തിൻ മീറ്റേഴ്സ് ദൂരമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മളവിടെ എത്തുമ്പോൾ മണിക്കൂറുകൾ എടുക്കും. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി. എല്ലാവരും ഇതാ ഒരു മാല പുറത്തൂടെ കാണാമല്ലോ, കോട്ടിൻ്റെ പുറത്തൂടെ കാണാമല്ലോ. അത് ചെറുക്കിൻ്റെ ആൾക്കാർ വരുമ്പം ആണുങ്ങൾക്ക് എല്ലാം ഇങ്ങനെ ഏലക്കായും പേളും കോർത്ത മാലയാണ്. വീണ്ടും ഡാൻസ്, ഒരു ക്ഷീണമില്ലാത്ത മനുഷ്യൻ, ഉറപ്പുമില്ല, ഒന്നുമില്ല. പിന്നെ ഇവിടെ ചെറുക്കൻ്റെ അമ്മയാണ് എല്ലാം. ആദ്യം കുതിര വെൽക്കം ചെയ്യുകയാണെങ്കിൽ കുതിരയ്ക്ക് ആഹാരം കൊടുക്കുന്നു. അതേതായാലും നല്ല കാര്യം. ആ കുതിരയ്ക്ക് ക്ഷീണം കാണത്തില്ല. പിന്നെ അത് എന്തൊക്കെയോ ചടങ്ങുകൾ ഏതൊക്കെയോ അവരിങ്ങനെ പൊട്ടിക്കുന്നു. പിന്നെ ഇനി വെൽക്കം ചെയ്യുന്നത് ചെറുക്കൻ്റെ അമ്മയാണ്. എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നു, കണ്ണ് കിട്ടാതിരിക്കാൻ, അതുപോലെ പാൻ കൊടുക്കുന്നു, എന്തൊക്കെയോ. ഇതൊക്കെ എന്ത് ചടങ്ങാണെന്നൊന്നും എനിക്കറിയത്തില്ല. വല്ല ബ്ലെസ്സിങ്സും ഒക്കെ ആയിരിക്കുക. അടുത്ത ചടങ്ങാണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. എല്ലാവരും കൂടെ ആ ചെറുക്കൻ്റെ മണ്ടയ്ക്കോട്ട് ചാടി വീഴുന്നുണ്ട്. അതെന്തുവാന്നൊന്നും എനിക്കും മനസ്സിലായില്ല. അങ്ങനെ ചെറുക്കൻ്റെ എൻട്രി ആയി. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ എനിക്കൊന്നും ബ്രദേഴ്സ് ഇല്ല. ബ്രദേഴ്സിനെയൊക്കെ നമുക്ക് എന്താ പറയുന്നത്, നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഡിമാൻഡ്, എന്നാലല്ലേ ഉള്ളൂ. ഇതങ്ങനല്ല. പെണ്ണിൻ്റെ അമ്മ തന്നെയാണ് വെൽക്കം ചെയ്ത്. കണ്ടു, രാജാക്കന്മാരുടെ അതേ ട്രഡീഷണൽ ഡ്രസ്സിലാണ് കല്യാണ ചെറുക്കനൊക്കെ വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര കാണാൻ കണ്ണിനൊരു ഇതെന്ന് തന്നെ പറയാം. ഇത് നോക്കിയേ, കല്യാണ മണ്ഡപം. ഇത് റിയൽ ഫ്ലവേഴ്സിൽ തീർത്ത കല്യാണ മണ്ഡപമാണ്. ഇവരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ രാത്രി 2 മണി കഴിഞ്ഞ് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ കാണത്തുള്ളൂ, പൂജാരികൾ. ഈ കല്യാണം തീരുന്നത് രാവിലെ. അപ്പോൾ അല്ലാതെ ഈ നമ്മൾ ഈ ചെല്ലുന്നവർക്ക് വേണ്ടി ഒരു ഫംഗ്ഷൻ അവർ അറേഞ്ച് ചെയ്യും. അത് മാല എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ. ചെറുക്കനും പെണ്ണിനും ഒക്കെ ആയിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
കല്യാണ ചെറുക്കനും പെണ്ണും മാത്രം, എത്ര ദൂരം നിൽക്കുന്നവർക്കും കാണാം. ഫോട്ടോഗ്രാഫറോ ആരുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്റ്റേജിൽ എന്തൊരു ഇടിയാ വീട്ടുകാരുടെ ഫോട്ടോഗ്രാഫറുടെ, എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? എല്ലാവർക്കും സ്റ്റേജിൽ പോയി ബ്ലസ് ചെയ്യുക അവരെ. അങ്ങനെയാണ്. ബാക്കി ഫംഗ്ഷൻ ഞാൻ പറഞ്ഞല്ലോ രാവിലെയാണ്. അപ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ബാൻഡിൻ്റെ, മ്യൂസിക് ബാൻഡിൻ്റെ ഷോ തുടങ്ങി. ഒട്ടുമിക്ക കൺട്രികളുടെയും ഫുഡ് മെനു ഉണ്ടായിരുന്നു. മീൻസ് താജിൻ്റെ ആണല്ലോ, അപ്പോൾ അവർക്ക് എന്ത് വേണേലും അവർക്ക് അവിടെ സെർവ് ചെയ്യാമല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഓൾറെഡി ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്. ഇതൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മുഷിച്ചിലാവും. അപ്പം യാതൊരു തിരക്കൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അത് നല്ല രസമായിരുന്നു. അപ്പം എന്ത് വേണേൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെല്ലുമ്പോൾ തൊട്ടേ കഴിക്കാം. അങ്ങനെയായിരുന്നു. ഇതാണ് ആ പറഞ്ഞ ഏലക്കാമാല. ഓൾമോസ്റ്റ് 2 years ആവുന്നു. ഇപ്പോഴും അതിന് നല്ല മണം കേട്ടോ ആ ഏലക്കായ്ക്കൊക്കെ. ഇതേ രാവിലെ 8:30 മണിയായപ്പോൾ ഞാൻ ശബ്ദം കേട്ട് ജനലിൽ കൂടെ നോക്കിയപ്പോഴാണ് രഥത്തെ കല്യാണ ചെറുക്കനും പെണ്ണും ഒക്കെ കല്യാണം കഴിഞ്ഞു വരുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പുരാണ സിനിമയൊക്കെ കാണുന്ന ആ ഒരു പ്രതീതി, ഇങ്ങനെ രാജാവും ആ ഒരു ഇതാണ് എനിക്ക് പെട്ടെന്ന് ഫീലായത്. അങ്ങനെ 4th day മോർണിംഗ് 10 o'clock കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ടായി. നമ്മുടെ രഥം വന്നു. അപ്പം ജയ്പൂർ ഒരുപാട് നല്ല ഓർമ്മകൾ തന്നതിലൊന്നാണ്. ഇതും കൂടെ നല്ലൊരു ഫാമിലിയെയും കിട്ടി. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങൾ മറക്കല്ലേ. വീണ്ടും പുതിയ കാഴ്ചകളുമായി വരുന്നവരേക്കും ഒരുപാട് നന്ദി.